കറന്റ്ലി ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രത്ത് വർക്കലയിൽ നിന്ന് നമ്മുടെ കോയമ്പത്തൂരുള്ള ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. ഇനിയിപ്പോൾ ആളുടെ ഫൈനൽ എക്സാമിനേഷനും അത് കഴിഞ്ഞതിന് ശേഷം ഇന്റേൺഷിപ്പ് മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത്. സോ ആളായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ചോദിച്ചറിയാനായിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു കോളേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോളേജ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പൊ കൾച്ചറൽസ് വന്നാലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റേൺഷിപ്പ് ഇയർലി വന്നിട്ട് 3 months അല്ലെങ്കിൽ 2 months ആയിരിക്കും ഇന്റേൺഷിപ്പ് തരുന്നത് പ്രാക്ടിക്കൽ ബേസിന്. പിന്നെ എക്സാംസ് ആണെങ്കിൽ എല്ലാം നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന്. സോ അതായത് ഇപ്പൊ നമുക്ക് നോർമലി നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ 3 വർഷത്തെ തിയറി പ്ലസ് 1 year ഇന്റേൺഷിപ്പ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ വരുന്നത്. സോ ഇപ്പം ഇയാൾ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് തരുന്നുണ്ട്. അതായത് 2 മുതൽ 3 മാസം വരെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് തരുന്നുണ്ട്, അങ്ങനെ തരുന്നുണ്ട്. സോ അപ്പൊ അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോൾ ഇന്റേൺഷിപ്പിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇവിടെയുള്ള ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് ഇവര് ക്ലിനിക്കൽസ് ഒക്കെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇവിടെ 10-15 ഹോസ്പിറ്റൽ വന്നിട്ട് ടാഗ്ഡ് ഹോസ്പിറ്റലാണ്. ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്നത് ശിവയും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ വന്നിട്ട് മനു ഹോസ്പിറ്റൽ, സെക്കൻഡ് ഇയർ വന്നിട്ട് ശിവ. ഇനിയിപ്പോ തേർഡ് ഇയർ ഈ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തേർഡ് ഇയർ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഏതോ ഹോസ്പിറ്റലിലോട്ടാണ് ഇവർ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുള്ള കാര്യം വരുന്നത്. സോ പിന്നെ നമ്മളൊരു ഹോസ്റ്റലിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. എനിക്ക് ഹോസ്റ്റലിൽ നല്ല ഫുഡ് ആണെങ്കിലും ഞങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഹോസ്റ്റലിൽ വന്നിട്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നോർമലി ട്രെയിൻ ആണോ യൂസ് ചെയ്യാറ് അതോ ബസ് ആണോ യൂസ് ചെയ്യുന്നത്? ട്രെയിനിലാണ് വരുന്നത്. സോ അപ്പം നമ്മൾ ഇറങ്ങുന്ന നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാ വരുന്നത്? ഗാന്ധിപുരം ജംഗ്ഷൻ. ഓക്കെ, അവിടെയാണ് വരുന്നത്. അവിടെ നമുക്കുള്ള ഒരു എന്താണ് ട്രാവലിംഗ് ടൈം എത്ര വരുന്നുണ്ട് നിങ്ങളുടെ കോളേജ് വരാനായിട്ട്? അതോ അവിടെ നമുക്ക് ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണോ അതോ ഒന്നിലധികം ബസ് കയറേണ്ടതുണ്ടോ? 2 ബസ് കയറിയാ വരുന്നത്. സോ അവിടെ നിന്നുള്ള ഒരു ട്രാവലിംഗ് ടൈം എത്ര വരുന്നുണ്ട് നമുക്ക്? ഈവനിങ് ആണെങ്കിൽ ഒരു 1 hour എടുക്കും എത്താനായിട്ട്. ബിക്കോസ് ഈ ട്രാഫിക് ടൈം ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ നോൺ ട്രാഫിക് ടൈം ഒക്കെ ആണെങ്കിൽ എത്ര വണ്ടി വരും? ഇപ്പം മോർണിംഗ് ഇറങ്ങുവാണെങ്കിൽ ഒരു half an hour മതി. ഓക്കെ, നോൺ ട്രാഫിക് ടൈം ആണെങ്കിൽ മാക്സിമം ഒരു half an hour കൊണ്ട് നമുക്ക് കോളേജിലോട്ട് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി ഒരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ആണ് ഇവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. ഫുൾ ടൈം സ്റ്റഡീസും എന്താണ് ഹോസ്പിറ്റൽ പ്രാക്ടീസ് അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആദ്യത്തിൽ ആ ഒരു കാര്യം? ഇല്ല, ഞങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ഇയർലി തന്നെ ഒരു 4-5 പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ഒരു എപ്പോഴും സ്ട്രെസ് തരുന്നില്ല ഇവിടുന്ന് ഒരിക്കലും. ഒരു ഫ്രീ മൈൻഡിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ബിക്കോസ് ഇയാൾ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ ഒരു എന്താണ് ഏകദേശം 3 വർഷം ആകുന്നുണ്ട്. ഇനി ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് മാത്രമാണല്ലോ. സോ ഒരു 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണുള്ളത്? സത്യം പറഞ്ഞ ഇവിടുന്ന് പോയ നന്നായിട്ട് മിസ് ചെയ്യും. അത്രയ്ക്ക് നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഞങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഓവർ സ്ട്രെസ് ഇല്ല. അത് കഴിഞ്ഞ് പ്രോഗ്രാം ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട്. ഇന്റേൺഷിപ്പ് എല്ലാത്തിലും ഞങ്ങൾക്ക് നല്ലതാ ഇവിടെ. ഓക്കെ മോളെ, താങ്ക് യു വെരി മച്ച്.